അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്നും ബുഷി പ്രതീക്ഷയോടെ അതാ തൻ്റെ മണിയറയിലേക്ക് കടന്നു ചെന്നു. തൻ്റെ ഭർത്താവ് അവിടെ ബെഡിൽ കിടക്കുന്നുണ്ട്. പക്ഷേ അവൾ ഭയത്തോടെ ഒരു നിമിഷം അവിടെ നിന്നു. അവൾക്ക് എന്ത് പറയണം എന്നായിപ്പോയി. എന്നാൽ അദ്ദേഹം ആ ബെഡിൽ എഴുന്നേറ്റിരിക്കുന്നതാണ് കണ്ടത്. അവൾ പതുക്കെ പതുക്കെ അദ്ദേഹത്തിൻ്റെ ആ റൂമിലേക്ക് കടക്കുവാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ വെറുതെ അങ്ങോട്ട് പോകുവാനും തോന്നുന്നില്ല. എന്നാൽ അയാൾ വിളിച്ചു. എന്താ അവിടെ നിന്നത്? സുന്ദരനും സുമുഖനുമായ ആ ഡോക്ടർ. ആ ഡോക്ടറെ കണ്ടപ്പോൾ ശരിക്കും അവൾക്ക് ആദ്യം അല്പം ഭയം തോന്നിയിരുന്നു. പക്ഷേ ആൾ വിചാരിച്ചതുപോലെയൊന്നുമല്ല. എല്ലാം കൊണ്ടും നല്ലൊരാളാണ്. പക്ഷേ എന്താ അറിയില്ല, എന്തോ ഒരു അപാകത അദ്ദേഹത്തിന് ഉണ്ട് എന്ന് അവൾക്കും മനസ്സിലായി തുടങ്ങി. പെട്ടെന്നാണ് ഉമ്മ പറഞ്ഞ ആ കാര്യം ഓർത്തത്. മോളെ, നീ അവന് പറഞ്ഞ് മനസ്സിലാക്കണം എല്ലാം. ഇനി നീയാണ് അവനെ നോക്കേണ്ടത്. അവന് നല്ല വലിയ സർജനും കാര്യവും എല്ലാം ഓക്കെയാണ്. പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ജോലിയുടെ കാര്യത്തിലും ഒക്കെ. പക്ഷേ എൻ്റെ പൊന്നുമോളെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാനുണ്ട് എനിക്ക്. എന്നാൽ അതിനു മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എല്ലാം. ശരിക്കും എന്താണ് ഉമ്മ പറയുന്നത് എന്ന് അവൾക്ക് മനസ്സിലായില്ല. അല്ലെങ്കിലും എന്തപ്പം ഞാൻ പറയാൻ റബ്ബേ, എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എന്ത് പറയണമെന്നാണ് പറയുന്നത്? എന്നാൽ അയാളതാ അവളെ വിളിക്കുന്നു. ബുഷി, ആ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരുന്നോ. നല്ല ക്ഷീണം ഉണ്ടാവില്ലേ, ഉറങ്ങിക്കോ. ശരിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ എന്തൊക്കെയോ ഒരു അസ്വാഭാവികത അവൾക്ക് അനുഭവപ്പെട്ടു. അതെ, ഒരിക്കലും ഒരു ഭർത്താവ് തന്നെ റൂമിലേക്ക് വരുമ്പോഴുള്ള പെരുമാറ്റം പോലെയല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ സാധാരണ ലെവൽക്ക് തന്നെയായിരുന്നു എല്ലാം. ചുരുക്കി പറഞ്ഞാൽ ഒരു ആങ്ങളെയും പെങ്ങളെയും റൂമിൽ നിൽക്കുമ്പോൾ എങ്ങനെ, അതുപോലെ തന്നെ. അല്ലാത്ത യാതൊരു രീതിയിലുള്ള വികാര വിചാരങ്ങളും അയാൾക്കില്ലായിരുന്നു. എങ്കിലും അയാൾ സ്നേഹത്തോടെ വിളിച്ചു. ബുഷി, ഇവിടെ ഇരുന്നോ, ഭക്ഷണം കഴിച്ചോ നീ? ആ, എന്നാൽ ക്ഷീണം കാണും, കിടന്നോളൂ. അവൾ എന്ത് പറയണമെന്നായിപ്പോയി. ഇക്ക, നിങ്ങളെന്താ വരാത്തത്? ഒന്നുമില്ല, എനിക്കിപ്പോൾ ഒന്നും വേണ്ട, അതുകൊണ്ടാണ് ഞാൻ അല്പം കഴിച്ചില്ലേ, ഇപ്പം ഇനി ഒന്നും വേണ്ട എനിക്ക്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? അത് പറ്റില്ലല്ലോ. ബുഷി, ഞാൻ പോയത് കൊണ്ട് നിനക്ക് വിഷമായോ? അത് ഒറ്റക്കായപ്പോഴേ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. സാരല്ല ബുഷി, എന്നോട് ക്ഷമിക്കണം കേട്ടോ. എനിക്ക് ചിലപ്പം പെട്ടെന്നായിരിക്കും ഡ്യൂട്ടി ടൈം വരിക. അപ്പോൾ അവർ വിളിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എനിക്ക് പോകണം. അല്ലാതെ എനിക്കിവിടെ ഒരുപാട് സമയം ഇങ്ങനെ, ഡോക്ടറല്ലേ, അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിനക്കറിയാലോ അല്ലേ? ശരിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് അവൾ അത്ഭുതപ്പെടുകയായിരുന്നു. എന്നാൽ ബുഷിയോട് പറഞ്ഞു. മോളെ, നീ സുഖസുന്ദരമായി ഉറങ്ങിക്കോ. ഞാൻ വിളിച്ചാൽ പെട്ടെന്ന് എനിക്ക് പോകേണ്ടി വരും. മോളൊന്നുകൊണ്ട് വിഷമിക്കരുത് കേട്ടോ. എങ്കിലും നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. ഇല്ല, ഞാൻ എന്തിനു വിഷമിക്കുന്നു? പിന്നെ നിങ്ങൾക്ക് വെള്ളം എന്തെങ്കിലും വേണോ? വേണ്ട, ഞാനിവിടെ നേരത്തെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അത് മതി. ശരിക്കും അയാളുടെ വാക്കുകളിൽ ഒരാണ് സംസാരിക്കുന്ന രീതിയിലുള്ള വാക്കുകളൊന്നല്ലായിരുന്നു. ശരിക്കും ഒരു എന്താ അവൾക്ക് പറയാൻ കഴിയാത്ത രീതിയിൽ. വിവാഹം കഴിഞ്ഞ് 2ാമത്തെ ദിവസമായിട്ടും അദ്ദേഹം തൻ്റെ അടുക്കിലേക്ക് വരികയോ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ ഒന്ന് ചുംബിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. വിട്ടൊഴിഞ്ഞ് അയാൾ ഇരിക്കുകയാണ്. അയാൾക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെയുണ്ട്. പിന്നെ ഫോൺ കോൾ വന്നാൽ പോകുകയും ചെയ്യും. അവൾ വിചാരിച്ചു, ഇതാണോ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ? ഇതായിരിക്കുമോ ദാമ്പത്യ ജീവിതം? എനിക്കറിയുന്നില്ല. കാരണം പരിചയമില്ലല്ലോ, ആരും പറഞ്ഞു തന്നിട്ടുമില്ല. ഇനിയിപ്പോൾ ഏതൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ഒന്ന് പോയിട്ടൊക്കെ വേണ്ടി വരും. പിന്നെ സൽക്കാരത്തിന് വേണ്ടി വിളിച്ചിരുന്നു. സാധാരണ രീതിയിൽ സൽക്കാരം എന്ന് പറയുമ്പോൾ വിവാഹം കഴിഞ്ഞ് മധുവിധി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അത് സൽക്കാരത്തിന് വിളിക്കാറുള്ളത്. പക്ഷെ നേരത്തെ വിളിച്ചു അവർ. പക്ഷേ എന്തിന്? ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒരു ദിവസം പോലും ശരിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ആദ്യ രാത്രി വന്നപ്പോഴേക്കും ഫോൺ കോൾ വന്ന് അയാൾ ഹോസ്പിറ്റലിലേക്ക് പോയി. പക്ഷേ 2ാമത്തെ ദിവസം എന്നോട് പറയുന്നു, എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വരും, നീ ഉറങ്ങിക്കോളൂ കേട്ടോ, ഞാൻ രാവിലെ എത്താം എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം സംസാരിക്കുന്നത്.
ബുഷിക്ക് എന്തൊക്കെയോ ഒരു പിഴവുകൾ അവിടെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ദിവസവും അപ്പോഴൊന്നും ഫോൺ വന്നില്ല. അദ്ദേഹം ഓരോ കഥകൾ ഇങ്ങനെ പറയുന്നു, ഹോസ്പിറ്റലിലെ കേസുകൾ, കാര്യങ്ങൾ. എന്നാൽ അവൾക്ക് അതിലൊന്നും വലിയൊരു താല്പര്യമുണ്ടായിരുന്നില്ല. ഏതൊരു പെണ്ണും വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആഗ്രഹിക്കുന്ന ചില സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ട്. അത് കിട്ടാതായി കഴിയുമ്പോൾ അവൾക്ക് തികച്ചും നിരാശ തോന്നും. അത് തൻ്റെ ഭർത്താവ് ഒരു സാധാരണ പുരുഷനല്ലേ എന്ന് വരെ തോന്നിപ്പോകും. ആ രീതിയിലായിരുന്നു അവൾക്ക് അനുഭവപ്പെട്ടത്. അയാൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, ഓരോ കേസുകളെക്കുറിച്ചും അവിടെ ഓപ്പറേഷനെ കുറിച്ചും രക്ഷപ്പെട്ടതിനെ കുറിച്ചും അങ്ങനെ മണിക്കൂറുകൾ 2 കഴിഞ്ഞു. ശരിക്കും ഒരു ഭർത്താവിൻ്റെ അടുത്തേക്കൊരു ഭാര്യ എത്തിക്കഴിയുമ്പോൾ അവരുടെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കും. പക്ഷേ പകരമായിട്ട് അവർ ഓരോ ഹോസ്പിറ്റൽ കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്തിരുന്നത്. പക്ഷെ വേറൊന്നുമില്ല, കാര്യമായിട്ട് ബുഷിയുടെ സ്നേഹമുണ്ട്, നല്ല രീതിയിൽ ചിരിയും കളിയും സംസാരമൊക്കെ ഉണ്ട്. പക്ഷേ എന്തെന്നറിയില്ല, അവരുടെ വിവാഹ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്ക് അയാൾ പ്രവേശിക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവളും കരുതി ആദ്യമൊക്കെ ഇങ്ങനെയായിരിക്കും, പിന്നീട് റെഡിയാവലായിരിക്കും എന്നും കരുതി. അദ്ദേഹത്തിൻ്റെ സംസാരത്തിനൊക്കെ അവൾ മറുപടി പറയുകയും ചെയ്തു. പാവം ബുഷി, അവളുടെ ദാമ്പത്യ ജീവിതം തകർന്നു പോകുമോ എന്ന് വരെ അവൾ ഭയപ്പെട്ടു. ഇല്ല, ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇൻഷാ അല്ലാ. എന്തായാലും ഭർത്താവല്ലേ, ഭർത്താവാകുമ്പോഴേ എന്തൊക്കെ തന്നെയാലും സഹിക്കണം എന്നൊക്കെയാണല്ലോ ഉമ്മ പറഞ്ഞിരുന്നു. മോളെ, കാര്യങ്ങളൊക്കെ ക്ഷമിക്കണം, കുറച്ച് കഴിഞ്ഞാൽ ഒക്കെ റെഡിയാവും. ആദ്യമൊക്കെ കുറച്ച് ചെറിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ഉമ്മ എന്ത് ഉദ്ദേശിച്ചായിരിക്കും അത് പറഞ്ഞത്? ബുഷിയുടെ മനസ്സിൽ പല ചിന്തകൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. സർ, ഒരു അത്യാവശ്യ എമർജൻസി ഉണ്ട്. ഞാനിതാ വരുന്നു. എന്നാൽ ആ നിമിഷം ബുഷിയോട് ചോദിച്ചു, ബുഷി, നീ വരുന്നുണ്ടോ ഹോസ്പിറ്റലിലേക്ക്? ഞാനോ? ഈ നട്ടപ്പാതിരാക്കോ? എന്തിന്? അല്ല, വെറുതെ, ഞാനവിടുത്തെ സർജന് കൂടിയല്ലേ, അപ്പോൾ പിന്നെ എൻ്റെ ഭാര്യയെ എല്ലാവർക്കും ഒന്ന് കാണിച്ചും കൊടുക്കാമല്ലോ. ശരിക്കും അവൾ ഞെട്ടിപ്പോയി. ഭാര്യ എന്ന പേര് വേണമെന്നുണ്ടെങ്കിൽ അതെ, ഭർത്താവ് അതിൻ്റേതായ ആ ഒരു കടമകളും കർമ്മങ്ങളും നിർവഹിച്ചാലല്ലേ അദ്ദേഹം ഭർത്താവായിട്ടും ഭാര്യയായിട്ടും അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എന്താ, വെറുതെ നിക്കാഹ് കഴിച്ച് റൂമിൽ അല്പനേരം സംസാരിച്ചു എന്ന് കരുതിയിട്ട് ആവുമോ? അവൾക്ക് എന്തൊക്കെയോ തോന്നിപ്പോയി. അവൾ പറഞ്ഞു, ഞാനില്ല, നിങ്ങൾ പൊയ്ക്കോളൂ കേട്ടോ. ശരിക്കും ബുഷിക്ക് അയാളുടെ കാര്യത്തിലും വിഷമമുണ്ടായി. കാരണം അവൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി. കാണാൻ സുന്ദരനാണ്, ഡോക്ടർ സുമുഖനാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന് ഇല്ലെന്ന് തോന്നുന്നു. എനിക്കറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഒന്ന് ചേർത്ത് പിടിക്കുകയെന്ന് ചെയ്യൂലേ? ഇതതുമില്ല. ഒന്നുമില്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ ചെറുതായി ഒന്ന് ചുംബിക്കുക, അതൊന്നുമില്ല. പക്ഷെ തൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദേഷ്യമൊന്നുമില്ല, പുഞ്ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്താണ് എനിക്കറിയുന്നില്ല റബ്ബേ. എന്നാൽ ബുഷി, ഞാൻ പോട്ടെ മോളെ എന്ന് പറഞ്ഞ് ഭർത്താവ് അവിടെ നിന്ന് പോകുന്നു. രാവിലെ കാണാട്ടോ, നല്ല രീതിയിൽ പുതച്ചു മൂടി ഉറങ്ങിക്കോ. പിന്നെ ജനലൊന്നും തുറന്നിടരുത് കേട്ടോ, കള്ളന്മാരെ പ്രശ്നം ഉണ്ടാവും. പിന്നെ ചൂടും പാമ്പിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നതുകൊണ്ടേ ഒരിക്കലും ജനൽ തുറന്നിടരുത്. പിന്നെ ജനലും വാതിലൊക്കെ അടച്ച് കിടന്നോട്ടോ. അങ്ങനെ അവൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നു. ശരിക്കും ഒരു കരുതലുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ എന്തെന്നറിയില്ല, വല്ലാത്തൊരു അവസ്ഥ. അദ്ദേഹം പതിവ് പോലെ രാത്രി പോയി. അവൾ വിചാരിച്ചു, എന്നും ഉണ്ടാവുമോ ഈ ഡ്യൂട്ടി ഇങ്ങനെയാണെങ്കിൽ വേണ്ട, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. എന്നാൽ അവൾക്ക് ആ രാത്രിയിൽ തീരെ ഉറക്കം വന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പോയത് മുതൽ അവൾ ഓരോ ആശങ്കയിലായിരുന്നു. ഇങ്ങനെയായിരിക്കുമോ എല്ലാവർക്കും? എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കുമോ? അതോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കുമോ? എനിക്കറിയില്ല, ഒന്നും അറിയുന്നില്ല. എന്നാൽ അവൾ ഓർത്തത് മറ്റൊന്നുമല്ലായിരുന്നു. അങ്ങ് അറബ് നാട്ടിൽ, അതെ, ഷാമിലിനെ കണ്ട നിമിഷം തന്നെ എനിക്ക് ഷാമിലിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. തികച്ച് ഷാമിലിന് എന്നോടും. പക്ഷേ ആ ഒരു നോട്ടത്തിൽ തന്നെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെയോ കടന്നുകൂടിയിരുന്നു. എന്തൊക്കെയോ ഒരു ഇഷ്ടം.
ഒരു നിമിഷം കൊതിച്ചു പോയി ഷാമിലിൻ്റെ അരികിലൊന്ന് എത്തിയിരുന്നെങ്കിൽ, ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയിരുന്നു സത്യമായിട്ടും. പക്ഷേ ഇതിപ്പോൾ ഒരു അട്രാക്ഷൻ തന്നെ എനിക്കും തോന്നുന്നില്ല അദ്ദേഹത്തോട്. ആദ്യമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വളരെയധികം ആക്റ്റീവായ ആളാണെന്ന്. ഓക്കെ, ഹോസ്പിറ്റൽ കാര്യത്തിലൊക്കെ നല്ല ആക്റ്റീവാണ്. പക്ഷേ പിന്നെ എന്താ അറിയുന്നില്ല, ബെഡ്റൂമിൽ അദ്ദേഹത്തിന് തീരെ ആക്റ്റീവല്ല എന്ന് തന്നെ പറയാം. അവൾ ഷാമിലിനെ കുറിച്ച് ഓർത്തു. ഷാമിലിനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാലോ? ഒരു പക്ഷേ അവൻ എന്തെങ്കിലും എന്തില്ലേ, ഒരു ഡോക്ടറിനെ അല്ലെങ്കിൽ എന്ത് ഉപദേശിക്കാനാ? ഷാമിൽ എന്നെ മറന്നിട്ടുണ്ടാവോ? അതോ ഷാമിലിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാനുണ്ടാവോ? എനിക്കറിയുന്നില്ല. അതെ, ഷാമിൽ വിചാരിച്ചിട്ടുണ്ടാവും സുന്ദരനായ സുമുഖനായ ഡോക്ടറാണ്, അയാളുടെ കൂടെ ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ അവൾ രക്ഷപ്പെട്ടു, അവളുടെ ഇഷ്ടങ്ങളെല്ലാം അത് അയാൾ പൂർത്തീകരിച്ച് കൊടുക്കും, അവളുടെ സന്തോഷങ്ങളെല്ലാം അവന് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനത്തെ രീതിയിലൊക്കെ ഷാമിൽ ചിന്തിച്ചിട്ടുണ്ടാവും. തീർച്ചയായും ഞാൻ ഡോക്ടറുടെ ഭാര്യയായി അയാളുടെ എല്ലാമായി മാറിക്കഴിഞ്ഞുവെന്നും ഷാമിൽ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ സ്ഥിതിഗതികൾ ആരും അറിയുന്നില്ലല്ലോ. ഇനി വീട്ടിൽ പറഞ്ഞാലോ? വേണ്ട, അത് വിഷമായി തീരും. തൽക്കാലം ഇങ്ങനെ പോട്ടെ, എത്ര ദിവസം ഇങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാലോ. ബുഷിയുടെ മനസ്സിൽ വല്ലാത്ത വിഷമമായിരുന്നു, വല്ലാത്ത ചിന്തകളായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ ദാമ്പത്യ ജീവിതം ഇനി എന്നും ഇങ്ങനെയായി തീരുമോ? സാധാരണ രീതിയിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അവൾ ആ ബെഡിൽ കിടന്നുകൊണ്ട് ഓരോന്ന് ആലോചിച്ചു. ഒരു നിമിഷം അവൾക്ക് തോന്നി ഷാമിലിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണമെന്ന്. പിന്നീട് തോന്നി വേണ്ട, പാവാണ് അയാൾ കാണുന്ന പോലെ ഒന്നല്ല ആൾ. എന്തൊക്കെയെന്നാവും സംഭവം, അയാൾ വിചാരിച്ച പോലെ ഒന്നല്ല. വേണ്ട, അയാളെക്കുറിച്ച് വേണ്ടാത്തൊന്നും പറയണ്ട. ഒരു പക്ഷേ പടച്ച റബ്ബ് ഓരോരുത്തരെ ഓരോ രീതിയിലായിരിക്കുമല്ലോ സൃഷ്ടിച്ചിരിക്കുക. അദ്ദേഹത്തിൻ്റെ സ്നേഹം ഇനി വേറെ പല രീതിയിലാണെങ്കിലോ, അല്ലാഹു ആലം. ബുഷി ഓരോന്ന് ആലോചിച്ചു തൻ്റെ ജീവിതത്തെക്കുറിച്ച്. വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണോ അതോ വേണ്ട? അള്ളാഹു ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ പഠിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളായിട്ടിനി ബുഷി ഉമ്മ പറഞ്ഞതനുസരിച്ച് മോളെ എന്തുണ്ടെങ്കിലും ക്ഷമിക്കണം എന്ന് പറഞ്ഞതിനനുസരിച്ച് അവൾ കാര്യമായിട്ടൊന്നും ആരോടും പറഞ്ഞില്ല. അവളുടെ മനസ്സിൽ വിഷമം പ്രയാസങ്ങളൊക്കെ ഉണ്ട്, പറഞ്ഞിട്ടെന്താ. എന്നാൽ അവളൊന്നും തഹജ്ജുദിന് എഴുന്നേറ്റു. അവൾ നമസ്കരിച്ചു. ആ ബെഡ് 2 ദിവസമായി ഞാൻ ഒറ്റക്കാണ് ഇവിടെ കിടക്കുന്നത്. ഭർത്താവ് രാത്രിയാകുമ്പോൾ പോകും. ആദ്യമൊന്നും പറഞ്ഞില്ല നൈറ്റ് ഡ്യൂട്ടി ഉള്ള കാര്യമൊന്നും. സാരല്ല, അതൊക്കെ റെഡി ആയിക്കോളും. ചിലപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ആയതുകൊണ്ടായിരിക്കും. എന്നാലും വിവാഹത്തിന് ഒരാഴ്ചയെങ്കിലും ലീവ് എടുക്കുക എന്നൊക്കെ വെച്ചാൽ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. എന്നാൽ ഈ സമയം അതാ അവളുടെ നമസ്കാരവും ഖുർആൻ പാരായണവും എല്ലാം കഴിഞ്ഞ് അവൾ അടുക്കളയിലെത്തി. ഉമ്മ അടുക്കളയിൽ എത്തിയിട്ടില്ലായിരുന്നു. ഉമ്മ, ഇന്ന് എന്ത് ഫുഡ് ഉണ്ടാക്കേണ്ടത്? മോളെ, ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. പിന്നെ മോള് അവന് വരുമ്പോൾ അവൻ്റെ കൂടെ പോകണം. അവന് നൈറ്റ് ഡ്യൂട്ടി ആയ സ്ഥിതിക്ക് ഇനി പകലാണ് ഫ്രീ ഉള്ളത്. മോൾ അവൻ്റെ കൂടെ പോകണം കേട്ടോ. അവൻ്റെ കൂടെ റൂമിലേക്ക് പോയിക്കോണ്ടി. ഇനി ഇവിടെ നിൽക്കരുത് കേട്ടോ. അവൻ വന്നാൽ വേഗം പോകണം കേട്ടോ. ശരിക്കും ഉമ്മയുടെ വാക്കുകൾ കേട്ട് അവൾ ഞെട്ടിപ്പോയി. കാരണം ഉമ്മക്ക് എന്തൊക്കെയോ ആഗ്രഹമുണ്ട്. പക്ഷേ അതൊന്നും മകന് പൂർത്തീകരിക്കാൻ കഴിയാത്തതാണോ എന്തെനിക്കറിയുന്നില്ല. ബുഷി വളരെയധികം ആശ്ചര്യത്തോടെയാണ് ഉമ്മയുടെ ആ വാക്കുകൾ കേട്ടത്. ഞാൻ ഉണ്ടാക്കിക്കോളാം ഉമ്മ. വേണ്ട മോളെ, ജോലികളെല്ലാം ഞാൻ ചെയ്തോളാം, അതൊന്നും കുഴപ്പമില്ല. അല്പസമയം കഴിഞ്ഞാൽ അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരും. രാത്രി ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ പകൽ കുറച്ച് സമയം ഉറക്കമൊക്കെ ഉണ്ടാവും. അതൊന്നും നോക്കണ്ട, ഈ റൂമിലേക്ക് ചെന്നോണ്ടി. തൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയുടെ ആ വാക്കുകൾ ഉമ്മ എന്തൊക്കെയോ വിചാരിച്ചിട്ടുണ്ട് മകനെക്കുറിച്ച്. പക്ഷെ മകന് അറിയുന്നില്ല. എങ്കിലും അവൾ ഉമ്മയെ സഹായിച്ചു കൊണ്ടിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ആ കാറ് മുറ്റത്തേക്ക് ഇറങ്ങി. കാറിൽ നിന്ന് അയാൾ മുറ്റത്തേക്ക് ഇറങ്ങി. എന്നാൽ അവൾ അവിടെ മുറ്റമടിച്ചു വരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. സ്നേഹത്തോട്, ബുഷി എന്താ മുറ്റടിക്കുകയാണോ? ആ ഇക്ക വന്നോ? സ്നേഹത്തോടെ അവൾ അവളുടെ ഭർത്താവിനെ സ്വീകരിച്ചു. ഇക്ക, ഡ്യൂട്ടി എപ്പോഴാണ് കഴിഞ്ഞത്? മോളെ, നല്ല ഡ്യൂട്ടി ആയിരുന്നു, നൈറ്റ് ഡ്യൂട്ടി.
ഇനി കുറച്ച് ദിവസം ചിലപ്പോൾ പകലാകാനൊക്കെ ചാൻസ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ നൈറ്റ് ആയതുകൊണ്ടേ. പക്ഷേ പെട്ടെന്ന് പോകേണ്ടി വരും. നമുക്ക് സമാധാനത്തിൽ നിന്ന് കിടക്കാനോ ഉറങ്ങാനും പറ്റില്ല. സാരല്ല, നീ ഇന്നലെ ഉറങ്ങിയില്ലേ? ആ ഉറങ്ങിയേക്ക. എന്നാൽ അയാൾ ഫ്രഷായി. അപ്പോഴേക്കും ഉമ്മ ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ച് അവരോട് 2 പേരോടും കഴിക്കാൻ പറഞ്ഞു. മക്കളെ കഴിക്കി, സ്നേഹത്തോടെ അവർ പറഞ്ഞു. ബുഷി പറഞ്ഞു, ഉമ്മ ഞാൻ കുറച്ച് കഴിഞ്ഞ്. അല്ല മോൾ, അവൻ്റെ കൂടെ കഴിക്കുന്നേ, അവൻ്റെ കൂടെ തന്നെ നീ ഇരിക്കേ. അവനെ അതാ നോക്കിക്കൊണ്ട് ബുഷി അതിൻ്റെ മുന്നിൽ തന്നെ ഇരുന്നു. ഇത് ഇക്ക കഴിച്ചോളി. വേണ്ട, മതി ബുഷി, കുറച്ച് മതി. എന്തിക്ക ഭക്ഷണം കഴിക്കാത്തേ? ഒന്നുമില്ല, നീ കഴിക്ക്. അങ്ങനെ അതാ അവർ 2 പേരും കഴിച്ചു. ഉമ്മയെ വിളിക്കുമ്പോൾ ഉമ്മ പറഞ്ഞു, എനിക്ക് നോമ്പാണെന്ന്, ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ എനിക്ക് പറ്റൂല. ഓ, എന്നിട്ടാണ് ഉമ്മ ഫുഡൊക്കെ ഉണ്ടാക്കിയത്? അവൾക്ക് വിഷമം തോന്നി. അതിനെന്താ മോളെ, ഭക്ഷണം നോമ്പാണെന്ന് കരുതിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മൾ തന്നെയല്ലേ ഫുഡ് ഉണ്ടാക്കേണ്ട ആളുകൾ. ആ ഉമ്മ അങ്ങനെ പറഞ്ഞു. ഭക്ഷണമെല്ലാം കഴിച്ച് അതാ കൈ കഴുകി പാത്രങ്ങളെല്ലാം അവൾ എടുത്തു കൊണ്ടുവരുമ്പോൾ ഉമ്മ പറഞ്ഞു, മോളെ ബുഷി, പാത്രങ്ങളൊക്കെ അവിടെ വെച്ചേക്ക്. അവനെന്താ പോകുന്നു, അവൻ്റെ പിന്നാലെ പോ. എന്നിട്ട് അവനെന്താ ആവശ്യമുള്ളത് വെച്ചാൽ എടുത്തു കൊടുക്ക്. ഉമ്മ പാത്രം കഴുകിയിട്ട് ഞാൻ അല്ല, ഇപ്പോൾ തന്നെ നീ പോകണം. ആ ഉമ്മയുടെ നിർബന്ധം അതായിരുന്നു. അങ്ങനെ അതാ അദ്ദേഹം ബെഡ്റൂമിലേക്ക് കയറി പോവുകയാണ്. പിന്നാലെ ബുഷിയും. ബുഷി, ആ ഇന്ന് നീ ഉണ്ടല്ലോ എൻ്റെ കൂടെ? അതേക്ക. ആ എന്നാ വാ, എനിക്ക് നല്ലോണം റിലാക്സ് ആയിട്ട് ഒന്ന് കിടന്നുറങ്ങണം. അല്പസമയം നമുക്ക് സംസാരിച്ചിരിക്കാമല്ലോ, വാ. അങ്ങനെ അതാ ബുഷി ഉമ്മയുടെ നിർബന്ധപ്രകാരം അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി. ബുഷി ഇവിടെ ഇരിക്കുക, ബെഡിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. ബുഷി, ഇന്നലത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം എന്താ പറയുക, നമ്മുടെ ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ എന്തെനിക്കറിയില്ല, ജീവൻ കയ്യിൽ നിന്ന് പോകുമെന്ന് വരെ നമ്മൾ ഭയപ്പെടുന്ന നിമിഷങ്ങളായിരുന്നു അതൊക്കെ. പക്ഷേ അതൊക്കെ രക്ഷപ്പെട്ടു ബുഷി. 4 or 5 സർജറിയാണ്, അതും വലുതായിരുന്നു ചെയ്തിരുന്നത്. ആ പിന്നെ ബുഷി, നിനക്ക് ഞാൻ പോകുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ രാത്രി? ഇക്ക, വിവാഹം കഴിഞ്ഞ് രാത്രി പോകുമ്പോഴേ ചെറുതായിട്ടൊരു വിഷമമുണ്ട്, പക്ഷേ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടല്ലേ. ബുഷി, അതൊക്കെ ശരിയാവും കേട്ടോ, ഇൻഷാ അല്ലാ, വൈകാതെ തന്നെ. പിന്നെ എൻ്റെ കുട്ടിക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിനക്ക് പോകാം കേട്ടോ, അടുക്കളയിലേക്ക് പോകാം. അയാളുടെ വാക്കുകൾ കേട്ട ബുഷി വീണ്ടും ഞെട്ടിപ്പോയി. അതെ, അവൾ ഉറപ്പിച്ചു, ഇല്ല, ഇയാൾ ഒരു സാധാരണക്കാരനല്ല, കണ്ടാൽ അടിപൊളി ലുക്കാണ്, പക്ഷേ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളൊന്നുമില്ല. ഒരു നിമിഷം ബുഷിക്ക് സങ്കടം വന്നു പോയി. മോളെ, നീ എന്താ കരയാണോ? ഇന്നവിടെ കിടന്നോളൂ, ഇതാ ഞാനിങ്ങോട്ട് നീങ്ങിത്തരാം, നീ റിലാക്സ് ആയിക്കോ, ഞാൻ കുറച്ചപ്പുറത്ത് കിടന്നോളാം, വിഷയമല്ല. ശരിക്കും അത് ബുഷിക്ക് വീണ്ടും തോന്നിപ്പോയി, ഇല്ല, ഇയാളിന് ഒരാണിനുള്ള ശക്തിയൊന്നും ഇയാൾക്കില്ല, ഒരാണിനുള്ള സംഗതികളൊന്നും ഇയാൾക്കില്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്നെ കൂടുതലായിട്ട് കെയർ ചെയ്യൂലേ? പക്ഷെ കെയർ ചെയ്യുന്നുണ്ട്, അങ്ങനെയല്ല, അതൊന്നുമല്ല, പക്ഷേ എന്തൊക്കെയോ ഒരു കുറവുകൾ. അവളുടെ മനസ്സ് വല്ലാതെ വിങ്ങി പൊട്ടുന്ന പോലെ തോന്നി. റബ്ബേ, അതെ, വിവാഹത്തിലേക്ക് പ്രതീക്ഷയോടെ കടന്നു വന്നപ്പോൾ ഇതെങ്ങനെയായിരിക്കുന്നേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലല്ല. റബ്ബേ, എന്തൊക്കെയാണ് എൻ്റെ അവസ്ഥ അല്ലാ. അവൾ ഒരു നിമിഷം ഷാമിലിനെ ഓർത്തു. ഷാമിൽ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും വീട്ടുകാർ വേഗം വിവാഹത്തിന് വേണ്ടി തിരച്ചിൽ തുടങ്ങി. ഡോക്ടർ എന്ന് കേട്ടപ്പോൾ മറ്റൊന്നും നോക്കിയില്ല. അല്ലെങ്കിൽ ഡോക്ടർക്കായി കഴിയുമ്പോൾ കൂടുതൽ നമ്മൾ അന്വേഷിക്കില്ലല്ലോ, അല്ലെങ്കിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അവസ്ഥ എന്ന് അറിയില്ലല്ലോ. ഇതൊക്കെ ബെഡ്റൂമിലെ കാര്യങ്ങളല്ലേ. പുറത്ത് സുന്ദരനായ സുമുഖനായ നല്ലൊരു ഡോക്ടർ, ആരും കൊതിച്ചു പോകുന്ന ഡോക്ടർ. എല്ലാവരും എന്നെ പറഞ്ഞ് കളിയാക്കി, എടി പെണ്ണേ, നിനക്ക് സുന്ദരനായ ഡോക്ടറാണല്ലോ വന്നിട്ടുള്ളത് എന്നൊക്കെ, നിൻ്റെ ഭാഗ്യം. പക്ഷേ ബെഡ്റൂമിനകത്ത് എൻ്റെ ഡോക്ടർ എങ്ങനെയാണ്? അത് ശരിക്കും ഒരു ഫ്രണ്ടിനെ പോലെയാണ്, എൻ്റെ ഒരു കൂട്ടുകാരിയെ പോലെ മാത്രം, അല്ലാതെ ഒരാണിൻ്റെ ഗുണങ്ങളൊന്നും എൻ്റെ ഡോക്ടറിന് കാണുന്നില്ലല്ലോ അല്ലാ.
അവൾ വിതുമ്പിപ്പോയി. എന്നാൽ അവൾ കരയുന്നത് അവൻ ശ്രദ്ധിച്ചു. അതെ, എന്തു പറ്റി മോളെ? എന്തിനു കരയുന്നത്? ശബ്ദത്തിലൊന്നും യാതൊരു കുഴപ്പമില്ല, ആണിൻ്റെ ശബ്ദം തന്നെ. എന്തിനു കരയുന്നത്? വാ, ഇവിടെ കിടന്നോളൂ. അതിനെന്താ? നീ കിടന്നുറങ്ങിക്കോ മോളെ, ഞാനും ഒന്ന് കിടക്കട്ടെ. പക്ഷെ നീ കരയുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. പിന്നെ നീ വിഷമിക്കല്ല കേട്ടോ, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തരാം. എനിക്ക് ഒരു ഇണയായി, എനിക്കൊരു കൂട്ടായിട്ടാണ് ഉമ്മ നിന്നെ കണ്ടെത്തിയത്. ഞാൻ പലതവണ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവായപ്പോഴും ഉമ്മ നിർബന്ധിച്ചു. മോനെ, നിനക്ക് കൂട്ടായിട്ടൊരാൾ വേണ്ടേ? നീ എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നാൽ മതിയോ? അപ്പോഴല്ലേ ഞാൻ ഉമ്മയോട് പറഞ്ഞിരുന്നു, ഉമ്മ എനിക്ക് അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഉമ്മ, എനിക്ക് വിവാഹ ജീവിതത്തിനോട് താല്പര്യവുമില്ല, എനിക്ക് കഴിയുമില്ല എന്നൊക്കെ ഞാൻ പലതും പറഞ്ഞതാണ്. പക്ഷേ ഉമ്മക്ക് നിർബന്ധമായിരുന്നു, മോനെ നീ ഒറ്റയ്ക്ക് നടന്നാൽ പറ്റൂല. പക്ഷെ ഉമ്മ നിർബന്ധിച്ചു. ഉമ്മയും വിചാരിച്ചു ഒരു പെണ്ണ് കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ റെഡിയാകും എന്നുള്ളത്. എന്നാൽ അവൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോഴേ ബുഷിക്ക് സങ്കടവും വിഷമവും വന്നു. കാരണം അതിനെ പറഞ്ഞിട്ടും കാര്യമില്ല, എന്തൊരു നല്ല സുന്ദരനായൊരു ചുറുചുറുക്കുള്ള ഡോക്ടർ, റബ്ബേ, ഉള്ളിലെ അവസ്ഥ ഇതാണെന്ന് അറിയില്ലല്ലോ. ശരിക്കും അതാ അവൾ വളരെയധികം സങ്കടപ്പെട്ടു. എന്നാൽ ഡോക്ടർ വിളിച്ചു, ബുഷി. എന്താ ബുഷിക്ക് ടെൻഷൻ വിഷമാണെങ്കിൽ പോയിക്കോ, ഞാൻ നിന്നെ റൂമിൽ പിടിച്ചിടുമെന്ന് വിചാരിക്കണ്ട. എൻ്റെ കൂടെ കിടക്കണമെങ്കിൽ കിടക്കാം, അല്ലെങ്കിൽ നിനക്ക് പോകാം. നീ വിഷമിച്ച് കരയൊന്നും വേണ്ട. ബുഷി, ഇതാ ഇവിടെ കിടന്നോളൂ, നല്ല സുഖമായിട്ട് ഉറങ്ങാം. ഇവിടെ നല്ലോണം ഉറക്കം കിട്ടും, നല്ല AC കാറ്റ് ഇങ്ങോട്ടാണ് കിട്ടുന്നത്. നീ ഇവിടെ കിടന്നോ. ശരിക്കും അയാളുടെ വാക്കുകളെല്ലാം കേട്ടപ്പോൾ ഒരു കൂട്ടുകാരി പറയുന്നത് പോലെയാണ് ബുഷിക്ക് തോന്നിയത്. റബ്ബേ, എന്തൊരവസ്ഥ ഇത്! അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിങ്ങിപ്പൊട്ടി. പക്ഷേ ആ ഉമ്മ എന്തൊക്കെയോ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞാനും ഡോക്ടറും തമ്മിൽ ഇവിടെ മധുവിധി ആഘോഷിക്കുകയാണെന്ന് ആ ഉമ്മ വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇനി ആ ഉമ്മയെ നിരാശപ്പെടുത്തണോ? വേണ്ട, തൽക്കാലം അല്പസമയം കൂടെ ഇവിടെ തന്നെ ഇരിക്കാം. അങ്ങനെ അതാ ബുഷി അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി അഭിനയിച്ചു. ശരിക്കും ഒരു ജ്യേഷ്ഠത്തിയും അനിയത്തിയും എങ്ങനെ കഴിയുന്നു, ആ രീതിയിലാണ് അയാൾ അവളെ കണ്ടത്. സത്യമായിട്ടും ഒരാണിൻ്റെ വികാര വിചാരങ്ങളില്ലാത്ത ആ മനുഷ്യൻ ഒരു നിമിഷം ബുഷിയും വേദനയോടെ അയാളെ നോക്കിയിരുന്നു. റബ്ബേ, പാവം, ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. ഒക്കെ പഠിച്ച റബ്ബിൻ്റെ സൃഷ്ടികളല്ലേ, ഇങ്ങനെയും ഉണ്ടാവുമല്ലോ. പറഞ്ഞല്ലോ, ഉമ്മയുടെ നിർബന്ധത്തിനാണ് ഞാൻ വിവാഹം കഴിച്ചതെന്ന്, എനിക്ക് താല്പര്യമില്ലായിരുന്നെന്ന്. എത്ര നഴ്സുമാർ, എത്ര ആളുകൾ ഈ ഡോക്ടർ ആഗ്രഹിച്ചതായിരിക്കും. കണ്ടാൽ അടിപൊളി ലുക്കാണ്. പക്ഷേ എന്തു ചെയ്യും? പഠിച്ചോനെ, അല്ലാ, റബ്ബേ, അയാളുടെ ഇഷ്ടത്തിന് ഒക്കെ നീ ആക്കി കൊടുക്കല്ല. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അയാളുടെ ആ ഒരു സ്വകാര്യ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്ന് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമെല്ലാം നഷ്ടപ്പെടുത്തുമോ? റബ്ബേ, പാവമാണ്. ഞാൻ അയാളെ കുറ്റപ്പെടുത്തുന്നില്ല. പടച്ച റബ്ബ് പല ആളുകളെയും പല രീതിയിൽ സൃഷ്ടിക്കും. പക്ഷേ അവരെ കൊണ്ട് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത് അവർക്ക് ഏറ്റവും വിഷമകരമായൊരു കാര്യമായിരിക്കും. ആരുടെയൊക്കെയോ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് വിവാഹം കഴിച്ചതായിരിക്കും ഒരു പക്ഷേ. അല്ലാ, റബ്ബേ, പഠിച്ചോനെ, ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ ബുഷി എന്തായിരിക്കും തീരുമാനമെടുക്കുക? ജീവിതകാലം അയാളുടെ കൂടെ അതേ ദാമ്പത്യ ജീവിതത്തിലെ സുഖങ്ങളെല്ലാം ലഭിക്കാതെ അങ്ങനെ അവൾ ജീവിക്കേണ്ടി വരുമോ? അതോ പടച്ച റബ്ബ് മറ്റു വല്ലതും അവൾക്ക് മേൽ കരുതി വച്ചിട്ടുണ്ടാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.